അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് 2025 ജൂലൈ മാസത്തിലെ കുറച്ച് പ്രധാനപ്പെട്ട കറണ്ട് അഫെയർസുമായിട്ടാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസറിലോട്ട് പോവാം. ഏറ്റവും തുല്യതയുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ചൈന, US, UK എന്നിവയെ പിന്തള്ളി ഇന്ത്യ 4-ാം സ്ഥാനത്തേക്ക്. ഏറ്റവും തുല്യതയുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ചൈന, US, UK എന്നിവയെ പിന്തള്ളി ഇന്ത്യ 4-ാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നു. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഹെർമാകോപ്പിയ കമ്മീഷൻ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? മരുന്നുകളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇന്ത്യൻ ഹെർമാകോപ്പിയ കമ്മീഷൻ. അപ്പോൾ ഇന്ത്യൻ ഹെർമാകോപ്പിയ കമ്മീഷൻ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? മരുന്നുകളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇന്ത്യൻ ഹെർമാകോപ്പിയ കമ്മീഷൻ. മികച്ച ശുദ്ധജല കർഷകനുള്ള സംസ്ഥാന പുരസ്കാരം ലഭിച്ചത് 2025 മികച്ച ശുദ്ധജല കർഷകനുള്ള സംസ്ഥാന പുരസ്കാരം ലഭിച്ചത് ജോസ് ജോസഫിന്. മികച്ച ശുദ്ധജല കർഷകനുള്ള സംസ്ഥാന പുരസ്കാരം 2025 ലഭിച്ചത് ആർക്കാണ്? ജോസ് ജോസഫിന്. 2025 ചരിഞ്ഞ ഏഷ്യയിലെ ആന മുത്തശ്ശി വത്സല. 2025 ചരിഞ്ഞ ഏഷ്യയിലെ ആന മുത്തശ്ശി വത്സല. പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ ഓപ്പറേഷൻ സിന്ദൂർ ഓർമ്മയ്ക്കായിട്ട് നിർമ്മിച്ച പാലം ബോംബെ കർണാടക റോഡ് പാലമാണ്. അതിന് സിന്ദൂർ പാലം എന്നാണ് പേരിട്ടിരിക്കുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഓപ്പറേഷൻ സിന്ദൂർ അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് നിർമ്മിച്ച പാലം ഏതാണ്? മുംബൈ കർണാടക റോഡ് പാലമാണ്. അതിന് സിന്ദൂർ പാലമെന്നാണ് പേരിട്ടിരിക്കുന്നത്. 2028 ഒളിമ്പിക്സ് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം US ലോസ് ആഞ്ചൽസ്. 2028 ഒളിമ്പിക്സ് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം US ലോസ് ആഞ്ചൽസ്. 2028 വേൾഡ് ഫുട്ബോൾ ലോകകപ്പ് മത്സരം നടക്കുന്നത് USA. 2028 വേൾഡ് ഫുട്ബോൾ ലോകകപ്പ് മത്സരം നടക്കുന്നത് USA. അപ്പോൾ 2028 ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിക്കുന്നതും US ലോസ് ആഞ്ചൽസ് ആണ്. 2028 വേൾഡ് ഫുട്ബോൾ ലോകകപ്പ് മത്സരവും നടക്കുന്നത് USലാണ്. 2025 സംസ്ഥാന സബ് ജൂനിയർ ആൺകുട്ടികളുടെ ഹോക്കി ചാമ്പ്യൻഷിപ്പിൻ്റെ ജേതാക്കൾ കൊല്ലം. 2025 സംസ്ഥാന സബ് ജൂനിയർ ആൺകുട്ടികളുടെ ഹോക്കി ചാമ്പ്യൻഷിപ്പിൻ്റെ ജേതാക്കൾ കൊല്ലം. സംസ്ഥാന സബ് ജൂനിയർ ഫുട്ബോൾ ബോയ്സ് ചാമ്പ്യൻസ് മലപ്പുറം. സംസ്ഥാന സബ് ജൂനിയർ ഫുട്ബോൾ ബോയ്സ് വിഭാഗത്തിൽ ചാമ്പ്യൻഷിപ്പായത് മലപ്പുറമാണ്. കേരള ക്രിക്കറ്റ് ലീഗിൻ്റെ ലക്കി സിംബിൾസ് എന്തൊക്കെയാണ്? ബാറ്റേന്തിയ കൊമ്പൻ, വേഴാമ്പൽ, ചാക്യാർ. നമ്മുടെ കേരള ക്രിക്കറ്റ് ലീഗിൻ്റെ ലക്കി സിംബിൾ ഭാഗ്യ ചിഹ്നങ്ങൾ ഏതൊക്കെയാണ്? 1 ബാറ്റേന്തിയ കൊമ്പൻ, വേഴാമ്പൽ, ചാക്യാർ. ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പര വിജയിക്കുള്ള ട്രോഫിക്ക് സച്ചിൻ ടെണ്ടുൽക്കറിനൊപ്പം ചേർക്കുന്ന പേര്? ആൻഡേഴ്സൺ. ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പര വിജയിക്കുള്ള ട്രോഫിക്ക് സച്ചിൻ ടെണ്ടുൽക്കറിനൊപ്പം ചേർക്കുന്ന പേര് ആൻഡേഴ്സൺ. ഈ വർഷമാണ് ഈ ഒരു പേര് ചേഞ്ച് ചെയ്തത്. ഇനിയിപ്പം ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പര വിജയിക്കുള്ള ട്രോഫി അറിയപ്പെടുന്നത് ആൻഡേഴ്സൺ സച്ചിൻ ട്രോഫി എന്നായിരിക്കും. ഓക്കെ. നമ്മുടെ സ്പോർട്സ് മിനിസ്റ്റർ ആരാണ്? വി അബ്ദുൾ റഹ്മാനാണ്. ഏറ്റവും കുറഞ്ഞ ചിലവിൽ ലാപ്രോസ്കോപ്പിക് സർജറി നടത്തുന്ന പദ്ധതിയാണ് മഹിളാമിത്ര. ഏറ്റവും കുറഞ്ഞ ചിലവിൽ ലാപ്രോസ്കോപ്പിക് സർജറി നടക്കുന്ന പദ്ധതിയാണ് മഹിളാമിത്രം. 2025 ജൂലൈ 21 പാർലമെൻറ്റിലെ ഏത് സമ്മേളനമാണ് നടക്കുന്നത്? വർഷകാല സമ്മേളനമാണ്. 2025 ജൂലൈ 21 പാർലമെൻറ്റിൻ്റെ വർഷകാല സമ്മേളനമാണ് നടക്കുന്നത്. ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് പ്രസിഡന്റ് ഭരണം ഏർപ്പെടുത്തിയിരിക്കുന്നത്? മണിപ്പൂർ. ഇപ്പോൾ റീസെൻ്റായിട്ട് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് പ്രസിഡന്റ് ഭരണം ഏർപ്പെടുത്തിയിരിക്കുന്നത്? മണിപ്പൂരിലാണ്. ഇപ്പോഴത്തെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. വീടിനടുത്തുള്ള ഔട്ട് ഹൗസിൽ നോട്ടുകെട്ട് കണ്ടെത്തിയതിനെ തുടർന്ന് ഇംപീച്ച്മെൻറ്റ് നേരിടാൻ പോകുന്ന ചീഫ് ജസ്റ്റിസ് ആണ് യശ്വന്ത് ശർമ്മ. 2030 ഏഷ്യൻ ഗെയിംസിൻ്റെ വേദി ഖത്തർ. 2030 ഏഷ്യൻ ഗെയിംസിൻ്റെ വേദി ഖത്തർ. കാലാവസ്ഥാ വ്യതിയാനം മൂലം ഉന്മൂല ഭീഷണി നേരിടുന്ന തെക്കൻ പസഫിക്കിലെ ദ്വീപാണ് വനൗതു. കാലാവസ്ഥാ വ്യതിയാനം മൂലം ഉന്മൂല ഭീഷണി നേരിടുന്ന തെക്കൻ പസഫിക്കിലെ ദ്വീപിൻ്റെ പേര് വനൗതു. ആദായ നികുതി വകുപ്പ് വിവാദമായ ഒരു വകുപ്പാണ്
247. ആദായനീതി വകുപ്പിൻ്റെ വിവാദമായിട്ടുള്ള വകുപ്പായിരുന്നു വകുപ്പ് 247. കാർഗിൽ വിജയ് ദിവസം ജൂലൈ 26. കാർഗിൽ വിജയ് ദിവസം ആഘോഷിച്ചതെന്നാണ് ജൂലൈ 26-നാണ്. 2025 രാജ്യാന്തര ക്രിക്കറ്റ് ടീമിൽ നിന്ന് വിരമിച്ച വനിതാ ക്രിക്കറ്ററാണ് വേദ കൃഷ്ണമൂർത്തി. 2025 രാജ്യാന്തര ക്രിക്കറ്റ് ടീമിൽ നിന്ന് വിരമിച്ച വനിതാ ക്രിക്കറ്റർ ആരാണ്? വേദ കൃഷ്ണമൂർത്തി. 2025 ദ്രൗപദി മുർമു 3 വർഷം തികച്ചതിൻ്റെ ഭാഗമായി ഭിന്നശേഷി സൗഹൃദമായി പ്രഖ്യാപിച്ചത് രാഷ്ട്രപതി ഭവൻ, അമൃത് ഉദ്യാൻ, രാഷ്ട്രപതി ഭവൻ മ്യൂസിയം. 2025 ദ്രൗപദി മുർമു 3 വർഷം തികച്ചതിൻ്റെ ഭാഗമായിട്ട് ഭിന്നശേഷി സൗഹൃദമായിട്ട് പ്രഖ്യാപിച്ച ഏതൊക്കെയാണ്? 1 രാഷ്ട്രപതി ഭവന്, അമൃത് ഉദ്യാന്, രാഷ്ട്രപതി ഭവൻ മ്യൂസിയം. ഈ 3ഉം ഭിന്നശേഷി സൗഹൃദമായിട്ട് പ്രഖ്യാപിച്ചു. ഇന്ത്യയിൽ ഏറ്റവും അധികം കാലം പ്രൈം മിനിസ്റ്ററായി അധികാരത്തിലിരിക്കുന്നവരിൽ നരേന്ദ്രമോദി രണ്ടാമനായിട്ട് മാറി. ഇന്ത്യയിൽ ഏറ്റവും അധികം കാലം പ്രൈം മിനിസ്റ്ററായിട്ട് അധികാരത്തിലിരിക്കുന്നവരിൽ രണ്ടാമൻ നരേന്ദ്രമോദി. ഒന്നാമതായി എത്തിയത് ജവഹർലാൽ നെഹ്റുമായിരുന്നു. ഇഗ്നോയുടെ വനിതാ VC ആകുന്ന ആദ്യ വനിത. ഇഗ്നോയുടെ ആദ്യത്തെ വനിതാ VC ഉമാ കാംഗിലാൽ. ഇഗ്നോയുടെ ആദ്യത്തെ വനിതാ VC ആണ് ഉമാ കാംഗിലാൽ. 2025 ജൂലൈ ഏത് രാജ്യത്തിൻ്റെ വിശിഷ്ടാതിഥിയായി ആണ് മോദി പങ്കെടുത്തത്? മാലിദ്വീപിൻ്റെ. 2025 ജൂലൈയിൽ മാലിദ്വീപിൻ്റെ വിശിഷ്ടാതിഥിയായിട്ടാണ് നരേന്ദ്രമോദി പങ്കെടുത്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അതുപോലെ തന്നെ മാലിദ്വീപിൽ പങ്കെടുത്തപ്പോൾ 60ാമത്തെ അവിടുത്തെ 60ാമത്തെ സ്വാതന്ത്ര്യദിനാഘോഷത്തിൻ്റെ ഭാഗമായിട്ടാണ് മാലിദ്വീപിൻ്റെ അദ്ദേഹം വിശിഷ്ടാതിഥിയായിട്ട് പങ്കെടുത്തത്. അതിൻ്റെ അദ്ദേഹത്തിന് അവർ ഗാർഡ് ഓഫ് ഓണർ നൽകി ആദരിക്കുകയും ചെയ്തു. സാഹിത്യത്തിലെ അവനി ബാല പുരസ്കാരം. 2025 സാഹിത്യത്തിലെ അവനി ബാല പുരസ്കാരത്തിന് അർഹനായത് നന്ദിനി മേനോൻ. സാഹിത്യത്തിലെ അവനി ബാല പുരസ്കാരത്തിന് അർഹനായത് നന്ദിനി മേനോൻ. ലോക ഭ്രൂണ ശാസ്ത്രജ്ഞ ദിനം അല്ലെങ്കിൽ ലോക ടെസ്റ്റ് ട്യൂബ് ശിശു ദിനം ജൂലൈ 25. കുടുംബകോടതി എന്ന ആശയം മുന്നോട്ട് വെച്ച വ്യക്തി. ആദ്യമായി കുടുംബകോടതി എന്ന ആശയം മുന്നോട്ട് വെച്ച വ്യക്തി ദുർഗാഭായ് ദേശ്മുഖ് ആയിരുന്നു. ഇന്ത്യൻ സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ മാതാവാണ് ദുർഗാഭായ് ദേശ്മുഖ്. ഇന്ത്യൻ സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ മാതാവായിരുന്നു ദുർഗാഭായ് ദേശ്മുഖ്. ഇന്ത്യ UK നയരേഖ. ഇന്ത്യയുടെ UKയുടെ നയരേഖയെ പറയുന്ന പേര് ഇന്ത്യ UK വിഷൻ 2035. ഇന്ത്യയും UKയും സംയുക്തമായി നടക്കുന്ന നയരേഖയുടെ പേര് ഇന്ത്യ UK വിഷൻ 2035. ലോക മുങ്ങിമരണ നിവാരണ ദിനമാണ് ജൂലൈ 26. ലോക മുങ്ങിമരണ നിവാരണ ദിനമാണ് ജൂലൈ 26. ജൂലൈ 30 ലോക മനുഷ്യക്കടത്ത് വിരുദ്ധ ദിനമാണ്. ജൂലൈ 30 എന്ന് പറയുന്നത് ലോക മനുഷ്യക്കടത്ത് വിരുദ്ധ ദിനമാണ്. ദ ഇൻഹെറിറ്റൻസ് ഓഫ് ലോസി എന്ന് പറയുന്ന കൃതി ആരുടെയാണ്? കിരൺ ദേശായിയുടെ കൃതിയാണ് ദ ഇൻഹെറിറ്റൻസ് ഓഫ് ലോയ്. 2025 ബുക്കർ പ്രൈസിന് ഇടം നേടിയ ലോൺലിനെസ് ഓഫ് സോണിയ ആൻഡ് സണ്ണി എന്ന് പറയുന്ന കൃതിയുടെ രചയിതാവാരാണ്? കിരൺ ദേശായി. അപ്പോൾ കിരൺ ദേശായിയുടെ ദ ലോൺലിനെസ് ഓഫ് സോണിയ ആൻഡ് സണ്ണി എന്ന കൃതിക്കാണ് 2025 ബുക്കർ പ്രൈസ് ഇടം നേടി കൊടുത്തത്. ജനസംഖ്യാ ഗവേഷണത്തിനുള്ള ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ ദി സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് പോപ്പുലേഷൻ മാർട്ടി ഡോഗൻ പ്രൈസ് ലഭിച്ചത് ഡോക്ടർ KG സന്ധ്യയ്ക്കാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഈ ഒരു പ്രൈസ് ലഭിക്കുന്നത്. KG സന്ധ്യ. ജനസംഖ്യാ ഗവേഷണത്തിനുള്ള ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ ദി സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് പോപ്പുലേഷൻ മാർട്ടി ഡോഗൻ പ്രൈസ് ഡോക്ടർ KG സന്ധ്യയ്ക്കാണ്. 2025 ബുക്ക് ബ്രഹ്മ പുരസ്കാരം ലഭിച്ചത് KR മീരയ്ക്കാണ്. 2025 ബുക്ക് ബ്രഹ്മ പ്രൈസ് ലഭിച്ചത് KR മീര. എത്രയാണ്?
2025 ജൂലൈയിലെ പ്രധാനപ്പെട്ട കുറച്ച് കറണ്ട് അഫെയർസുകളാണ്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.